ഹലോ കൂട്ടുകാരെ, വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു അടിപൊളി ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടോ കേട്ടോ എന്താണെന്നുള്ളത്. നമ്മുടെ വീട്ടിൽ നമ്മൾ മേടിക്കുന്ന ചിക്കനില്ലേ, നമ്മുടെ ചിക്കനും ഒരു പാക്കറ്റ് ചപ്പാത്തിയും ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു ഡിഷാട്ടാ. വെറുതെ എന്തിനാണ് നമ്മൾ ഷവർമയും അതും ഇതും മേടിച്ച് നമ്മൾ ആ ഹെൽത്തൊക്കെ നമ്മൾ വെറുതെ സാക്രിഫൈസ് ചെയ്യുന്ന. അതിനെക്കാട്ടി നമ്മുടെ ആഗ്രഹവും തീരും, ഇത് കഴിച്ചാൽ ഹെൽത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആട്ടോ. നിങ്ങളപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇത് ട്രൈ ചെയ്ത് കൊള്ളില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഓപ്പണായിട്ട് പറയാം കേട്ടോ. ചേച്ചി ഇത് തീരെ കൊള്ളില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം. കാരണം ഈ ഡിഷിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതിന് ഞാൻ എടുത്തേക്കണേന്ന് വെച്ചാൽ ഒരു 6-7 പീസ് ബോൺലെസ് ആയിട്ടുള്ള മീറ്റാണ് എടുത്തേക്കുന്നത്, നമ്മുടെ ചിക്കൻ. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം വീത്തി കൊടുത്തിട്ട് അത് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റേജ് അതാണ്. കുറച്ച് സ്വല്പം വെള്ളമേ വീത്തി കൊടുക്കുന്നുള്ളൂ. കാരണം ചിക്കൻ വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ഞാൻ വീത്തി കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് ഫുള്ളിലിട്ട് ആദ്യം ഒന്ന് വേവിക്കും. അത് കഴിഞ്ഞ് അത് തിളയ്ക്കുമ്പോൾ പിന്നെ അത് സിമ്മിലിട്ട് സ്ലോ കുക്ക് ചെയ്യും. ഒരു 30 മിനിറ്റ്സ് ഞാൻ എന്തായാലും സ്ലോ കുക്ക് ചെയ്യും കേട്ടോ, ആ സിമ്മിലിട്ടിട്ട്. അപ്പോൾ അത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവനാണ് നമ്മുടെ താരം, നമ്മുടെ ചപ്പാത്തി. ഇതുപയോഗിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിയായിട്ട് കഴിക്കുന്നതിന് പകരം ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് പിന്നെ ഷവർമയും വേണ്ട, നിങ്ങൾക്ക് ബർഗറും വേണ്ട, സാൻഡ്വിച്ചും വേണ്ട, നിങ്ങൾക്ക് പിന്നെ ഒന്നും വേണ്ട. നിങ്ങൾ പിന്നെ ഇതേ ട്രൈ ചെയ്യൂ, അതിന് ഞാൻ ഗ്യാരണ്ടി ആട്ടാ. ഇതിന് പിന്നെ വേണ്ട വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊന്നും അത്ര വലിയ സാധനങ്ങളൊന്നും അല്ല, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. ക്യാബേജിൻ്റെ ലീഫ് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാബേജ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെക്കാൻ വേണ്ടി അതിൻ്റെ ലീഫ് അടർത്തിയെടുത്ത് മഞ്ഞപ്പൊടിയിൽ ഇട്ട് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കീടനാശിനി വളരെയധികം ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ ക്യാബേജിൽ അവർ കീടനാശിനി ഒരുപാട് പ്രയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഹെൽത്ത് നോക്കണമെങ്കിൽ മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് കുറച്ചൊന്ന് അതിനെ അണുവിമുക്തമാക്കണം, കീടനാശിനിയിൽ നിന്നൊന്ന് വിമുക്തമാക്കി എടുക്കണം. എന്നിട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത ഇലയാട്ടോ ഇത്. അത് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി മാറ്റി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയില നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ ചിലവരെ വീടുകളിലുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി കടയിൽ നിന്നൊക്കെ കിട്ടും. നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട നമ്മുടെ മല്ലിയിലയും അതും കുഞ്ഞായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഡിഷിലേക്ക് നമുക്ക് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും പിന്നെ ക്യാബേജും ഒക്കെയാണ് വേണ്ടത്. അപ്പം മല്ലിയില കട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ എങ്ങനെയാണെന്ന്. കുഞ്ഞായിട്ട് കട്ട് ചെയ്യുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വേവിക്കാൻ വെച്ചിരുന്ന ചിക്കൻ ഞാൻ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടാ. ഒരു 30 മിനിറ്റ്, ഒരു 30 മിനിറ്റ് ഞാൻ ഏകദേശം അത് സ്ലോ കുക്ക് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെ നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ട് നല്ല കുഞ്ഞു പീസായിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കത്തി വെക്കുമ്പം തന്നെ അതിങ്ങ് പിരുന്ന് വരും. കാരണം നന്നായിട്ട് കുക്കായതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടല്ലേ അതേപോലെ ചെയ്യണം. ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ഞാൻ പറയുന്ന റിസൾട്ട് കിട്ടില്ല കേട്ടോ. പിന്നെ ചേച്ചി പറഞ്ഞ റിസൾട്ട് കിട്ടിയില്ല, കൊള്ളില്ലായിരുന്നു എന്നൊന്നും പറയാൻ വരരുത്. ഞാൻ ചെയ്യുമ്പോൾ അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടും, നിങ്ങളിത് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഞാനിത് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ഞാനിതിവിടെ ഉണ്ടാക്കാറുള്ള സാധനം കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ 2 വയസ്സുള്ള മോനും ഇത് വളരെ ഇഷ്ടമാണ്. അവന് പോലും ഇത് ഇഷ്ടമാണെന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പം നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ. അതുകൊണ്ടാണ് എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് വ്യൂസ് കിട്ടാനാ അതിനൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇത് അത്രയും സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ്. താല്പര്യമുള്ളവർ ചെയ്തു നോക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനൊക്കെ കുഞ്ഞു പീസാക്കി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കനെ ഇങ്ങനെ കുഞ്ഞു പീസാക്കി മാറ്റിയിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ കുറച്ച് മസാലകൾ ആഡ് ചെയ്യാനുണ്ട്. അതപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൽ എന്തൊക്കെ മസാലകളാണ് ആഡ് ചെയ്യാനുള്ളത്. കുറച്ച് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ഈസിയാണിത്. ഇത് ഞാൻ വീഡിയോ എടുത്ത് സ്ലോ ആയിട്ട് ഇതാക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. ഇങ്ങനെ
കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ പൊടിയാണെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ അതിൽ നമ്മുടെ ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പിലേക്ക് അതിൽ ഓയിൽ വീഴ്ത്തിയിട്ട് അത് നന്നായിട്ട് ചൂടാകാൻ വെച്ചിട്ട് നമ്മുടെ ഈ ഇപ്പം പുരട്ടി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കനില്ലേ അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. നല്ല വിതറി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ, അതായത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് ഫുള്ളിലിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക ചെയ്യുന്ന കേട്ടോ. ഒരു 4 മിനിറ്റൊക്കെ ഇട്ടാൽ ധാരാളം, അത്ര മതിയാവും. കാരണം ഇത് ഓൾറെഡി വെന്തിരിക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് ജസ്റ്റ് ആ മസാല ഒന്ന് ഇതാവാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേണ്, ഫ്രൈഡ് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി. ഇങ്ങനെ ഒന്ന് വിതറി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു 4 മിനിറ്റ് ഇങ്ങനെ ഫുള്ളിലിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം. ഞാൻ പറഞ്ഞില്ലേ ആൾക്ക് വേണ്ടി സെപ്പറേറ്റ് മുട്ടയിലാണ് ഇതാക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കണം. അതിന് വേണ്ടി കാട മുട്ടയും പിന്നെ ഉണ്ടായിരുന്നു ഒരു വെള്ള മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുട്ട പുഴുങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷം പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ ഫ്രൈ ചെയ്തിട്ട് കൊടുത്ത ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ ഓർത്തോളൂ കേട്ടോ. കാരണം നമ്മൾ ഫുള്ളിലിട്ട് വേവിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. എല്ലാത്തിനും അതിൻ്റെതായ ഒരു പാകമില്ലേ, ആ പാകത്തിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അധികം നേരം ഒന്നും വേണ്ട, ഞാൻ ഒരു 4 മിനിറ്റ് വല്ലതും നമ്മളൊന്ന് നമ്മുടെ എണ്ണയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം, അത്ര മതിയാവും. അപ്പം മുട്ട വേകട്ടെ. മുട്ട വേകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ പാകമായിട്ട് ഇറക്കി വയ്ക്കാം. അത് കഴിഞ്ഞ് മുട്ടയും കൂടെ റെഡി ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം നമ്മുടെ ചപ്പാത്തി റോള് തയ്യാറാക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയായി ഇരിപ്പുണ്ട്. അപ്പം നമുക്കിനി ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ. ചപ്പാത്തി ചുട്ടെടുക്കാം. കുറച്ചൊന്ന് ചുട്ടെടുക്കണം കേട്ടോ. നല്ല ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇട്ട് വേണം ചപ്പാത്തി ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ അതൊരു ഹാർഡ് രൂപത്തിലാവും കേട്ടോ. അപ്പം നല്ല രീതിയിൽ അതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ഒരു ഇതിന് വേണ്ടി അതെ ഞാൻ കണ്ടില്ലേ ഇപ്പോൾ സോഫ്റ്റായിട്ട് അങ്ങനെ ഒരു ഒടിഞ്ഞ രീതിയിലിരിക്കുന്നില്ലേ, അതുപോലെയാണ്. ഇത് മയോണൈസ് കേട്ടോ. ഞാൻ തന്നെ വീട്ടിൽ അടിച്ചുണ്ടാക്കിയ മയോണൈസാണ് ഇത്. നമ്മുടെ പുറത്തുനിന്ന് മേടിക്കുന്ന മയോണൈസിനെക്കാട്ടി എന്തുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ആർക്ക് വേണമെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മയോണൈസ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നൊരു പാക്കറ്റ് മയോണൈസിന് 70 രൂപ 75 രൂപ റേഞ്ച് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതൊക്കെ എപ്പോഴും ഉണ്ടാക്കിയ ഓയിലിൽ ഏത് ഓയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കണേ നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കിട്ടുന്നത് തിന്നുക എന്നത് മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോൾ നമ്മളെ കൺമുന്നിൽ നമ്മൾ തന്നെ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല സൂപ്പർ മയോണൈസ് ആട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മയോണൈസിൻ്റെ ടേസ്റ്റും നമ്മുടെ ഈ ഡിഷിനെ സ്വാധീനിക്കും കേട്ടോ. നമ്മുടെ മയോണൈസ് പാളിപ്പോയാൽ പിന്നെ കാര്യമില്ല, നമ്മുടെ ഈ ഡിഷും ഒരു സുഖമില്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം പിന്നെ ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ് ഒരുമിച്ച് വന്നാലേ നമ്മുടെ ഈ ഒരു ഡിഷ് നല്ല സൂപ്പർ ആവത്തുള്ളൂ. അപ്പോൾ മയോണൈസിൻ്റെ റെസിപ്പി ആണെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇടാം, അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാനത് ഇടാം. പിന്നെ ഞാൻ ചെയ്തത് നമ്മുടെ മുട്ട പുഴുങ്ങിയത് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അതൊന്ന് മസാലയാക്കി എടുത്താന്ന്. മസാലയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നൊരു ഓയിൽ പാനിലേക്ക് വീഴ്ത്തിയിട്ട് പിന്നെ അതിൽ കുറച്ച് കറി മസാല ഗരം മസാല മാത്രം ഇട്ടിട്ട് ഒരു കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മുടെ മുട്ട ഇട്ട് നന്നായിട്ട് അത് വറുത്ത് കോരുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്ര മാത്രം മതി. പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. അത് ഒരു സെക്കൻഡ് 1-2 സെക്കൻഡ് മാത്രം ഇട്ട് ഫുള്ളിലിട്ട് വേവിക്കുക. അതിനുശേഷം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ റോൾ എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നിങ്ങൾ കണ്ടോ. ആദ്യം ഒരു ചപ്പാത്തി എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഒരു മയോണൈസ് ഒരു സ്പൂൺ എടുത്തിട്ട് ആ ചപ്പാത്തി ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കാണിക്കുന്നില്ലേ അതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ എഗ്ഗ് കൊണ്ടുള്ള റോള് കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മയോണൈസ് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സാധനം കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഗ്യാരൻറ്റിയോടുകൂടി തിന്നാം. പിന്നെ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് അന്നേ ദിവസം തന്നെ ഉപയോഗിക്കാം. മയോണൈസ് അല്ലാതെ പിറ്റേ ദിവസത്തേക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ മുട്ട ചേർക്കുന്നതുകൊണ്ട് അത്ര നല്ലതാവില്ല കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കും നമ്മുടെ മല്ലിയില തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മുട്ട ഞാൻ അതിലേക്ക് തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ നീളത്തിനാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ഞാൻ വെക്കുന്ന രീതിയും എല്ലാ കാര്യങ്ങളും നോക്കണം കേട്ടോ. അപ്പം മുട്ട ഞാൻ ഇതുപോലെ കാടമുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ വെള്ളമുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മുട്ട ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം അതിൻ്റെ പുറത്ത് ഞാൻ വീണ്ടും ഒരു ഹാഫ് സ്പൂണ് മയോണൈസ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മയോണൈസാണ് നമ്മുടെ ഡിഷിന് ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ മയോണൈസ് ഞാൻ ഒന്നുകൂടെ ഇത്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാബേജ് ഞാൻ അതിൽ പീസുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് വരുത്താം കേട്ടോ. എനിക്കൊരു ശരിയെന്ന് തോന്നിയ ഒരു അത്ര ക്വാണ്ടിറ്റിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ വേണ്ട ഒരു പ്രധാന ആളാണ് നമ്മുടെ ബട്ടർ. ഇത് ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ടിങ്ങിൽ, നമ്മുടെ സ്ലൈസ് ചെയ്ത നമ്മുടെ ചീസാണ് കേട്ടോ. ഇത് ഒരു പാക്കറ്റിൽ 5 ചീസാണ് കാണുന്നത്. 5 സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 90 രൂപയാണ് കേട്ടോ വരുന്നത് ഒരു പാക്കറ്റിന്. ഇതുപോലെ പ്ലാസ്റ്റിക് കോട്ടിങ്ങിലാണ് വരുന്നത്. അത് പൊട്ടിച്ചെടുക്കണം, കാരണം ഇത് പുറത്തിരിക്കുമ്പോൾ മെൽറ്റ് ആവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇത്രയും വലിയ സുരക്ഷയിൽ അവരിങ്ങനെ വെച്ചേക്കുന്നത്. അത് ഞാൻ ഇതിൻ്റെ മേലിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാഫൊക്കെ വെച്ചാൽ മതി, ഒരു ചീസിൻ്റെ ഹാഫ് വെച്ചാൽ മതി. ഞാൻ പിന്നെ ആൾക്കായതുകൊണ്ടും എഗ്ഗ് അല്ലേ ആൾ, അപ്പോൾ കുറച്ചും ടേസ്റ്റ് മുന്നിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഒരു ചീസ് തന്നെ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ചിക്കനൊക്കെ ആണെങ്കിൽ ഓൾറെഡി ചിക്കൻ്റെ ടേസ്റ്റും ഉണ്ട്. അതാകുമ്പോൾ ഒരു ഹാഫ് നമ്മൾ വെച്ച് കൊടുത്താൽ മതി, ഹാഫ് ബട്ടർ. അപ്പോൾ ഹാഫ് ചീസ് നമ്മൾ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് ബട്ടർ എന്നാൽ പെട്ടെന്ന് വരുന്നത്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ബട്ടർ എന്ന് പറയുന്നത് കേട്ടോ. ചീസ് വെച്ച് കൊടുത്താൽ എന്നിട്ട് ഇതുപോലെ മടക്കി എടുക്കണം. കണ്ട റോള് കണ്ട, ഞാനത് റോള് പോലെ ആക്കി വെച്ചേക്കുന്ന ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇത് കുറച്ച് സമയം ഒന്ന് സെറ്റാവാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചീസൊക്കെ നല്ല അലിഞ്ഞ് ഇതിലോട്ട് ഇറങ്ങും, നമ്മുടെ മയോണൈസും എല്ലാം കൂടെ കണ്ട. നിങ്ങൾക്കത് കണ്ടറിയാം ടേസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. അതെ, നിരഞ്ജൻ ഇപ്പം പറയും എന്താണെന്ന്. സൂപ്പറാണോ മാമേ? അടിപൊളിയാണോ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഡിഷസും വീഡിയോസും ഒക്കെ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.